ഓക്കെ, ഫേസ്ബുക്ക് ആഡ് മാസ്റ്ററി കോഴ്സിൻ്റെ ആദ്യത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫേസ്ബുക്കിൻ്റെ ഒരു ഒരു ഓവർവ്യൂവും പിന്നെ ഒരു അവയർനെസ് ക്യാമ്പയിൻ ഒരു ChatGPT ഹെൽപ്പോടുകൂടി നമുക്ക് എങ്ങനെ ചെയ്യാം അതും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഫേസ്ബുക്കും ഫേസ്ബുക്ക് ഇപ്പം കംപ്ലീറ്റ്ലി മാറി മെറ്റ ആയിട്ടുണ്ട്. അതായത് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും വാട്സപ്പും ഇപ്പം എല്ലാം മെറ്റയുടെ കീഴിലാണ് വരുന്നത്. ഓക്കെ, 8.1 ബില്യൺ ഓളം വരുന്ന ഈ ലോകത്തിലെ ഈ പോപ്പുലേഷനിൽ ഫേസ്ബുക്ക് ഇൻ്റർനെറ്റ് കണക്ട് ചെയ്ത് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും യൂസ് ചെയ്യുന്നൊരു 8.1 ബില്യൺ ആൾക്കാരും വരില്ല. പക്ഷേ ഇൻ്റർനെറ്റ് കണക്ട് ചെയ്യുന്നവരിൽ ഒരു 74% ആൾക്കാരിലും ഈ 4 പ്ലാറ്റ്ഫോമിൽ ഏതെങ്കിലും ഒന്ന് അവർ ഒരു ദിവസം ഉപയോഗിക്കാറുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത്. ഓക്കെ, ഇപ്പോൾ അഡ്വർടൈസിങ് ചെയ്യാൻ വരുന്ന 100% ആൾക്കാരെടുത്ത് അതിൽ 90% ആൾക്കാരും ഫേസ്ബുക്കിൽ ആഡ് റൺ ചെയ്യിക്കാറുണ്ട്. ഇതും അവർ തന്നെ ഒരു കണക്കാണ്. പിന്നെ നമുക്ക് ടൈപ്പ് ഓഫ് ആഡ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ടൈപ്പ് ഓഫ് ആഡ്സ് വരുന്നത് ഇമേജ് ആഡ്. ഇപ്പോൾ ഇമേജ് ഒരു ഗ്രാഫിക് ഡിസൈനറെ കൊണ്ട് ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്ത് ആഡ് റൺ ചെയ്യിക്കുന്നതാണ് ഇമേജ് ആഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ വീഡിയോ ആണെങ്കിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ക്ലിക്കായി നിൽക്കുന്നത് വീഡിയോ ആഡ്സ് ആണ്. ഇപ്പോൾ എല്ലാവരും പണ്ടത്തെ പോലെ ഒരു ഇമേജ് ഹോൾഡ് ചെയ്ത് അല്ലെങ്കിൽ ഒരു 5 സെക്കൻഡ് അല്ലെങ്കിൽ 10 സെക്കൻഡ് ഒരു ഇമേജ് ഹോൾഡ് ചെയ്ത് അത് വായിച്ച് നോക്കാനുള്ള ടെൻഡൻസി ഇപ്പോൾ ആർക്കും ഇല്ല. ഇപ്പോൾ എല്ലാവരും വീഡിയോസ് ആണ് എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത്. കരോസിലും കളക്ഷൻസും ഏതാണ്ടൊക്കെ സെയിം തന്നെയാണ്. കരോസിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയുക ഇ-കൊമേഴ്സ് പോലുള്ള സൈറ്റിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ കരോസിൽ ആഡ് നമ്മൾ കാണാറുള്ളത്. അതേപോലെ തന്നെയാണ് കളക്ഷൻസ്. ഒരു പ്രോഡക്റ്റിൻ്റെ വേറെ കളക്ഷൻസൊക്കെയാണ് അവരത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു ആഡ് റൺ ചെയ്യിച്ചെന്ന് വിചാരിച്ചോ, ഫേസ്ബുക്കിൽ ആഡ് റൺ ചെയ്യുക, അത് എവിടെയൊക്കെ പ്ലേസ് ആവും എന്നുള്ളതാണ് ഈ കിടക്കുന്നതല്ല. ഇതിൽ റൈറ്റ് കോർണർ ആഡ് നിങ്ങൾ കണ്ടായിരുന്ന ഈ റൈറ്റ് കോർണർ ആഡ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഫേസ്ബുക്കിനകത്ത് കാണിച്ചു തരാം. ഫേസ്ബുക്കിൽ ഈ സൈഡിൽ വരുന്ന ഈ സംഭവത്തെയാണ് റൈറ്റ് കോർണർ ആഡ് എന്ന് അവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഓക്കെ, അതിൽ ഓഡിയൻസ് നെറ്റ്വർക്ക് എന്ന് നോക്കാം. ഇപ്പം നമ്മൾ ഇപ്പോൾ ഫേസ്ബുക്കിൻ്റെ ഇത് ഫേസ്ബുക്കിൻ്റെ ഒരു ഇതാണ് വരുന്നത്. ഫേസ്ബുക്കിൽ ഗൂഗിളിൻ്റെ ഒരു അണ്ടറിൽ വരുന്ന ഒരു വെബ്സൈറ്റ് ആയതുകൊണ്ടാണ് ഒരു ഗൂഗിളിൻ്റെ പരസ്യം കാണിച്ചിരിക്കുന്നത്. കൂടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ അറിയാം. കണ്ട, ആഡ് ബൈ ഗൂഗിൾ, ആഡല്ലല്ലോ. ഓക്കെ, ആഡ്സ് ബൈ ഗൂഗിൾ ഇതുണ്ട്. ഇതിനാണ് ബാനർ ആഡെന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ ഫേസ്ബുക്കിൻ്റെ അണ്ടറിൽ വരുന്ന കുറേ സൈറ്റുകളുണ്ട്. അതിലേക്ക് ആഡ് കാണിക്കുന്നതിനാണ് ഈ ഓഡിയൻസ് നെറ്റ്വർക്ക് എന്നവർ ഉദ്ദേശിക്കുന്നത്. ഓഡിയൻസ് നെറ്റ്വർക്ക് ഉദ്ദേശിച്ചത്. ബാക്കിയെല്ലാം സിമിലർ. ഹോമിലും ഫീഡിലും നമ്മൾ കാണുന്ന റീലിലൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ വരുന്ന പരസ്യത്തെയാണ് ഈ കിടക്കുന്നതല്ല. ഓക്കെ, നമുക്ക് ഇനി അടുത്ത അവയർനെസ് ക്യാമ്പയിൻ എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഫേസ്ബുക്കിലേക്ക് എൻട്രി ചെയ്യണം, എങ്കിലേ ക്യാമ്പയിൻ റൺ ചെയ്യിക്കാൻ പറ്റുള്ളൂ. ഒരു ഫേസ്ബുക്കിൽ ക്യാമ്പയിൻ റൺ ചെയ്യിക്കാൻ 3 കാര്യങ്ങൾ വേണം. ഒന്ന്, ഒരു പേഴ്സണൽ പ്രൊഫൈലാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ കമ്പനിയുടെ പേരിൽ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്താൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് പോസിബിൾ അല്ല. നമുക്കത് ജസ്റ്റ് ഒരു കമ്പനി തുടങ്ങി ആ കമ്പനിയുടെ പേരിൽ നമുക്കൊരു ഷോപ്പ് തുടങ്ങി ആ ഷോപ്പിൻ്റെ പേരിൽ നമുക്കൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് ആഡ് റൺ ചെയ്യിച്ച് കഴിഞ്ഞാൽ വൺസ് ഒരു ആഡ് എങ്ങനെയെങ്കിലും സ്റ്റോപ്പായി കഴിഞ്ഞാൽ എന്തെങ്കിലും ഇഷ്യൂ ആയി ആഡ് സ്റ്റോപ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് റിന്യൂ ചെയ്തെടുക്കാൻ പറ്റില്ല. കാരണം ജെന്യൂനിറ്റി ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കില്ല. പക്ഷേ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ എന്താണ് നമ്മൾ പാൻ കാർഡിലുള്ള നെയിം, പാൻ കാർഡിലോ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് വെരിഫിക്കേഷൻ അവർ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് പാൻ കാർഡ്, പാസ്ബുക്ക്, ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെയാണ് അവർ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. ഞാൻ ആധാർ കാർഡ് വെച്ചല്ല വെരിഫൈ ചെയ്തിട്ടുള്ളത്, പാൻ കാർഡ് ഉപയോഗിച്ചാണ് വെരിഫൈ ചെയ്തിട്ടുള്ളത്. ഞാൻ പാൻ കാർഡിലുണ്ടായിരുന്ന എൻ്റെ അതേ സെയിം നെയിമാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് എൻ്റെ അക്കൗണ്ട് വെരിഫൈ ആയിട്ടുണ്ട്. ഞാൻ സ്പെഷ്യലായിട്ട് കാറ്റഗറിക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഒരു പ്രൊഫൈൽ വെരിഫൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഞാൻ ഇത് കൊടുത്തിട്ടുള്ള ഒരു പേര് തന്നെ ആയതുകൊണ്ട് എനിക്കത് പെട്ടെന്ന് തന്നെ അത് വെരിഫൈ ആയി കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം പെട്ടെന്നൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ 2-3 ഫ്രണ്ട്സിനെയൊക്കെ ആഡ് ചെയ്തിട്ട് ടക്കെന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ ആഡ് റൺ ചെയ്യിക്കാൻ പോകല്ലേ. അങ്ങനെ ആഡ് റൺ ചെയ്യിച്ചാൽ ആഡ് അക്കൗണ്ട് ബ്ലോക്ക് ആയിപ്പോകും. ഓക്കെ, ഇത് നിങ്ങൾ മനസ്സിലെപ്പോഴും നിങ്ങൾ ഓർത്ത് വെച്ചിരുന്നു. ഫസ്റ്റ് നമുക്ക് ഇങ്ങനെ ഒരു വരാം. ഇത് പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു സൈഡിൽ ആഡ്സ് മാനേജർ എന്നൊരു ഓപ്ഷൻ വരും. അങ്ങനെ വന്നില്ല എങ്കിൽ വൺസ് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ വന്നില്ല
എങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ഒരു ഗൂഗിളിൽ ചെന്നിട്ട് സെർച്ച് ചെയ്താൽ മതി. ഓക്കെ, ഫേസ്ബുക്ക് ആഡ്സ് മാനേജർ ഒന്ന് സെർച്ച് ചെയ്യാം. ഫേസ്ബുക്ക് ആഡ്സ് മാനേജർ ലോഗിൻ സെർച്ച് ചെയ്യുക. ജസ്റ്റ് ലോഗിൻ കൊടുക്കുക. ആഡ്സ് മാനേജറിലൂടെ ക്ലിക്ക് ചെയ്യുക. ഗോ ടു ആഡ്സ് മാനേജർ. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇപ്പോൾ ഓൾറെഡി ഞാൻ എൻ്റെ ഈ സെയിം ജിമെയിൽ ഐ ഡി ഉപയോഗിച്ചിട്ടാണ് ഞാൻ എൻ്റെ ഫേസ്ബുക്ക് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് എൻ്റെ ഈ പ്രൊഫൈൽ ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ഇതിങ്ങനെയും ക്രിയേറ്റ് ചെയ്ത് തരാം. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ ഇവിടെ ഇങ്ങനെ കാണിക്കാം, അല്ല ചിലപ്പോൾ ഇവിടെ ഇങ്ങനെ മേളിൽ കാണണമെന്നില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഓപ്പൺ ചെയ്യുന്നതുകൊണ്ടാണ് എൻ്റെ ആഡ്സ് മാനേജർ മേളിൽ നടക്കുന്നത്. അല്ല എങ്കിൽ സി മോറിൽ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒക്കെ ഏറ്റവും താഴെ കിടക്കണതാണ്. ആ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. വെരി സിമ്പിൾ. ഓക്കെ, ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം വരുന്നത് ഫേസ്ബുക്ക് ആഡ്സ് മാനേജറിൻ്റെ ഡാഷ്ബോർഡിലേക്കാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 3 സെറ്റായിട്ടാണ് വരുന്നത്. ഒന്ന് ക്യാമ്പയിൻ ലെവല്, ആഡ് സെറ്റ് ലെവല്, ആഡ്സ്. ഈ 3 കാറ്റഗറിയിലാണ് ഇത് വരുന്നത്. അത് നമ്മളെപ്പോഴും ഓർത്ത് വെച്ചിരുന്നത് 3 കാറ്റഗറിയാണ്. 3 കാറ്റഗറി അല്ല, 3 സെക്ഷൻസ് ഉണ്ട് നമുക്ക്. ഒന്ന് ക്യാമ്പയിൻ സെക്ഷൻ, 2 ആഡ്സ് സെറ്റ് സെക്ഷൻ, പിന്നെ ആഡ്സ്. ഓക്കെ, ഇതെൻ്റെ പേഴ്സണൽ ആഡ് അക്കൗണ്ടാണ്. ഇതെൻ്റെ പേഴ്സണൽ ആഡ് അക്കൗണ്ടാണ്. ഞാൻ ഇതിൽ വേറെയും ആഡ് അക്കൗണ്ട് ഞാൻ ഇതിൻ്റെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെ ആഡ് ചെയ്യുന്നതെന്ന് ഞാൻ അങ്ങോട്ടുള്ള എൻ്റെ വീഡിയോസിൽ ഞാൻ പറഞ്ഞു തരാം. എങ്ങനെ നമുക്ക് മറ്റുള്ള ഒരു ആഡ് അക്കൗണ്ടിൻ്റെ ആക്സസ് നമുക്ക് എങ്ങനെ നമ്മളെ പ്രൊഫൈലിലേക്ക് കൊണ്ടുവരാം, അതെങ്ങനെ നമുക്ക് ആഡ് ചെയ്യാം എന്നുള്ളതിലൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ബിസിനസ് അക്കൗണ്ടിൽ എങ്ങനെ മൾട്ടിപ്പിൾ ഇതേപോലെ എൻ്റെ 2 പേരില്ലേ, ഇതേപോലെ എങ്ങനെ മൾട്ടിപ്പിൾ ബിസിനസ് അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഇതിനുള്ള എല്ലാ കംപ്ലീറ്റ് വീഡിയോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, പിന്നെ ജസ്റ്റ് എപ്പോഴും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആധാർ കാർഡിൽ, ഡ്രൈവിംഗ് ലൈസൻസിൽ, പാൻ കാർഡിലുള്ള എന്ത് പേരാണോ ആ പേരിൽ തന്നെ നമ്മൾ ബിസിനസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. വൺസ് ആഡ് അക്കൗണ്ട് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ റീനെയിം ചെയ്ത് എടുക്കണം എങ്കിൽ, റിട്രീവ് ചെയ്ത് എടുക്കണമെങ്കിൽ ശരിക്കും നമ്മളിത് പാലിച്ചേ പറ്റൂ. ഓക്കെ, അപ്പോൾ എന്നാൽ ജസ്റ്റ് ഒരു അവയർനെസ് ക്യാമ്പയിൻ എങ്ങനെ ചെയ്യാൻ നോക്കാം. ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു വേറൊരു ആഡ് അക്കൗണ്ട് വഴി ഞാൻ ഒരു അവയർനെസ് ക്യാമ്പയിൻ ജസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. പുതിയതായിട്ട് ആഡ് റൺ ചെയ്യാൻ പോകുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും നിങ്ങളൊരു ഓവർവ്യൂ കിടക്കുന്നത്. ആഡ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയാണ് ഒരു ഓവർവ്യൂ വരാറ്. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ക്രിയേറ്റ് എന്നൊരു ബട്ടൺ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്യാം നമുക്ക്. അല്ല എങ്കിൽ ഇവിടെയും ക്രിയേറ്റ് ആഡ് ഇവിടെ നിന്ന് കൊടുത്ത് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് തരാം. പക്ഷേ ഫസ്റ്റ് ഓപ്പൺ ചെയ്യുന്നവർക്ക് മാത്രമേ ഇവിടെ ഇങ്ങനെ കാണത്തുള്ളൂ. അല്ലെങ്കിൽ എപ്പോഴും ഇവിടെ ക്രിയേറ്റ് കൊടുത്ത് കയറുന്നതാണ് നല്ലത്. ഇവിടെ ജസ്റ്റ് ക്രിയേറ്റ് കൊടുക്കുക. ക്രിയേറ്റില്ല വരുമ്പോൾ ആദ്യത്തെ ബുദ്ധം എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം 6 ഒബ്ജക്റ്റീവ്സ് വരുന്നുണ്ട്. ഒന്ന് ഫസ്റ്റ് അവയർനെസ്, രണ്ടാമത് ട്രാഫിക്, മൂന്നാമത് എൻഗേജ്മെൻറ്റ്, ലീഡ്സ്, ആപ്പ് പ്രൊമോഷൻ, സെയിൽ. ശരിക്കും പറഞ്ഞ ആഡ്സ് ഇപ്പോൾ ഒരു ഫേസ്ബുക്ക് ഇപ്പോൾ ഒരു ആഡ് റൺ ചെയ്യിക്കാൻ വരുന്ന ഒരാൾക്ക് നമുക്കിപ്പോൾ ഒരു 3 സ്റ്റേജസ് ഉണ്ട്. ആദ്യം അവയർനെസ് സ്റ്റേജ്, പിന്നെ കൺസിഡറേഷൻ സ്റ്റേജ്, പിന്നെ കൺവേർഷൻ സ്റ്റേജ്. ഈ 3 കാറ്റഗറിയിൽ നമ്മൾ ആദ്യം ചെയ്യുന്ന അവയർനെസ് സ്റ്റേജ് തൊട്ട് നമ്മൾ കൺവേർഷൻ സ്റ്റേജ് വരെയുള്ള നമ്മളെ ഓഡിയൻസിനെ നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ട് വേണം നമ്മൾ ആഡ് റൺ ചെയ്യാൻ. സേവ് ചെയ്ത് വേണം നമ്മൾ ആഡ് റൺ ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ആദ്യത്തെ നമ്മളെ ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ അവയർനെസ് ക്യാമ്പയിൻ നമ്മൾ ശരിക്കും അവയർനെസ് ക്യാമ്പയിൻ ചെയ്യുന്നത് ബ്രാൻഡ് പ്രൊമോഷന് വേണ്ടിയിട്ടാണ്. ഇതിൽ നമുക്ക് ഒരിക്കലും ഒരു കൺവേർഷൻ നടക്കണമെന്നില്ല, സെയിൽ നടക്കണമെന്നില്ല. നമ്മളിപ്പോൾ ശരിയൊരു ഷോപ്പ് ഓപ്പൺ ആക്കി, അത് മറ്റുള്ളവർക്ക് നമ്മൾ അറിയിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അവയർനെസ് ക്യാമ്പയിൻ ചെയ്യുന്നത്. ഇപ്പോൾ ഒരിടത്തൊരു മൈജിയിൽ ഒരു ഷോപ്പ് ഓപ്പണായി, അത് നമ്മൾ പരസ്യം കൊടുക്കില്ലേ, ജസ്റ്റ് അതുപോലെ പ്രോഡക്റ്റിൻ്റെ പരസ്യമല്ല അവർ ശരിക്കും ചെയ്യുന്നത്. അവർ മൈജി എന്നൊരു ബ്രാൻഡ് ഇങ്ങോട്ട് ഓപ്പണായി, അതാണ് അവർ ശരിക്കും ഉദ്ദേശിക്കുന്നത്. അതാണ് അവയർനെസ് ക്യാമ്പയിൻ. ഇനി ട്രാഫിക് ക്യാമ്പയിൻ നമുക്ക് എന്തെങ്കിലും നോക്കാം. ട്രാഫിക് ക്യാമ്പയിൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്ക് ഒരു ലാൻഡിങ് പേജ് ഉണ്ട്, ഫേസ്ബുക്കോ അല്ലെങ്കിൽ വാട്സപ്പോ ആയിട്ട് ഒരു ലാൻഡിങ് പേജ് ഉണ്ട്. ആ പേജിലേക്ക് നിങ്ങളെ ഫേസ്ബുക്ക് പേജിലേക്ക് ട്രാഫിക് കൂട്ടണോ,
എങ്കിൽ നിങ്ങൾക്ക് ട്രാഫിക് ക്യാമ്പയിനാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ഇപ്പോൾ നിങ്ങൾക്ക് വാട്സപ്പിലേക്കാണ് നിങ്ങൾക്ക് ഓഡിയൻസിനെ കൊണ്ടുവരേണ്ടത് എങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ട്രാഫിക് ക്യാമ്പയിനാണ്. ഇപ്പോൾ നിങ്ങൾക്ക് വെബ്സൈറ്റിലേക്കാണ് നിങ്ങൾക്ക് ആളെ കൊണ്ടുവരേണ്ടത് എങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ട്രാഫിക് ക്യാമ്പയിനാണ്. ഓക്കെ, നിങ്ങൾ കോൾ വേണോ, നിങ്ങൾ ചെയ്യേണ്ട ട്രാഫിക് ക്യാമ്പയിനാണ്. ഓക്കെ, എൻഗേജ്മെൻറ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ അതൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ ഇതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഈ അവയർനെസ് ക്യാമ്പയിൻ, എൻഗേജ്മെൻറ്റ് ക്യാമ്പയിനും ഒക്കെ സെയിം, അതുകൊണ്ട് സെയിം തന്നെയാണ്. മൂന്നാമത് ലീഡ്സ് ക്യാമ്പയിൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെയാണ്. ഞാൻ കറൻ്റ്ലി വർക്ക് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലാണ്. ഇപ്പോൾ അവിടെ ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ലീഡ്സ് ക്യാമ്പയിൻ തന്നെയാണ്. ലീഡ്സ് ക്യാമ്പയിൻ നമ്മൾ എങ്ങനെ ചെയ്യാം, ലീഡ്സ് ക്യാമ്പയിനിൽ നമുക്ക് ഓഡിയൻസിനെ നമ്മളെ ലീഡ് ഫോം ഓപ്പൺ ആക്കുന്ന ഓഡിയൻസ് നമുക്ക് എങ്ങനെ സേവ് ചെയ്യാം, അവരെ എങ്ങനെ നമുക്ക് റീമാർക്കറ്റിംഗ് ചെയ്യാം എന്നുള്ളതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വൺസ് ഒരു ലീഡ് ഫോം ഓപ്പൺ ആക്കി ഫില്ല് ചെയ്ത് ചിലപ്പോൾ സബ്മിറ്റ് കൊടുക്കൂലായിരിക്കും. അവരെന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ അവർ നമുക്ക് ലീഡ് ഫോം ഓപ്പൺ ചെയ്ത് ഫോമൊക്കെ പൂരിപ്പിച്ചത്. ഓക്കെ, അപ്പോൾ അവരിലേക്ക് നമുക്ക് എങ്ങനെ അടുത്ത് എങ്ങനെ അവരെ മാത്രം ടാർഗറ്റ് ചെയ്ത് നമുക്ക് ക്യാമ്പയിൻ ചെയ്യാം, അതിനെപ്പറ്റി പറയുന്നുണ്ട്. പിന്നെ പ്രൊമോഷൻ ആപ്പിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി മാത്രമുള്ളതാണ് പ്രൊമോഷൻ. സെയിൽസ് ക്യാമ്പയിൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇ-കൊമേഴ്സ് അത് ചെയ്യുന്നതാണ്. സെയിൽസ് ക്യാമ്പയിൻ ഇപ്പോൾ ഷോപ്പിഫൈയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതും പിന്നെ അത് ഉപയോഗിച്ച് എങ്ങനെ പൈസ ഉണ്ടാക്കാനൊക്കെ ഞാൻ പറഞ്ഞിരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഷോപ്പിഫൈ അക്കൗണ്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ അജിയോ, മിന്ത്ര പോലുള്ള, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ളവരൊക്കെ ചെയ്യുന്നത് സെയിൽസ് ക്യാമ്പയിനാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം ചെയ്യുന്നത് അവയർനെസ് ക്യാമ്പയിൻ ക്ലിക്ക് ചെയ്യുക. ഒബ്ജക്റ്റീവ് 6 എണ്ണം ഉണ്ട്, ഇത് പഠിച്ചു വയ്ക്കുക. 6 ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ഓക്കെ, 6 ഒബ്ജക്റ്റീവ്സാണ് വരുന്നത്. ആദ്യത്തെ അവയർനെസ്, ട്രാഫിക്, എൻഗേജ്മെൻറ്റ്, ലീഡ്, പ്രൊമോഷനും സെയിലും. പറഞ്ഞു വെറുപ്പിക്കുന്നില്ല. നമുക്ക് അവയർനെസ് ക്യാമ്പയിനിലേക്ക് പോകാം. അവയർനെസ് ക്യാമ്പയിൻ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ പോകുന്ന ഇൻ്റർഫേസ് എന്ന് പറയുന്നത് ഇങ്ങനൊരു ഇൻ്റർഫേസിലായിരിക്കും നമ്മൾ ആദ്യമായിട്ട് പോകുന്നത്. ഞാൻ നേരത്തെ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 സെറ്റ് ഉണ്ട് നമുക്ക്. ആദ്യത്തേത് ക്യാമ്പയിൻ ലെവല്, 3 ലെവൽസ് ഉണ്ട്. ഒന്നാമത്തെ ക്യാമ്പയിൻ ലെവൽ, രണ്ടാമത്തത് ആഡ് സെറ്റ് ലെവല്, മൂന്നാമത്തത് ആഡ് ലെവൽ. ഈ ക്യാമ്പയിൻ ലെവലിലും ആഡ് സെറ്റിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഒരിക്കലും കസ്റ്റമർ കാണാൻ പോകുന്നില്ല. ഈ ആഡ് ലെവലിൽ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് കസ്റ്റമർ ശരിക്കും കാണാൻ പോകുന്നത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ഷോപ്പിൽ ശരിക്കും എൻ്റെ ഒരു ജസ്റ്റ് ഒരു ഇമാജിനേഷനാണ്. എൻ്റെ ഒരു ഷൂസ് മാത്രം സെല് ചെയ്യുന്ന ഒരു ഷോപ്പാണ് എൻ്റെ. അപ്പോൾ അവിടെ എൻ്റെ ഒരു പുതിയൊരു പ്രോഡക്റ്റ്, ന്യൂ അറൈവലായിട്ടൊരു സ്പോർട്സ് ഷൂസ് വന്നു. അപ്പോൾ അതിനെ പറ്റി വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ക്യാമ്പയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒരു അവയർനെസ് ക്യാമ്പയിൻ. ഓക്കെ, അല്ല, ഞാൻ ജസ്റ്റ് ഒരു പേര് കൊടുക്കണം, ABC സ്പോർട്സ് ഷോപ്പ്. ജസ്റ്റ് ഒരു പേര് കൊടുത്ത് അത്രയേ ഉള്ളൂ. ജസ്റ്റ് ഞാൻ എപ്പോഴും പേര് കൊടുക്കുമ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്ത ഡേറ്റ് തന്നെ ഇവിടെ ആദ്യം ഞാൻ കുറിച്ചിടും. ഇന്നത്തെ ഡേറ്റ് എന്ന് പറയുന്നത്, ഡേറ്റ് എത്ര, 8. ഓക്കെ, ഈ ഡേറ്റ് കൊടുക്കുന്ന കാര്യം, ഡേറ്റ് ഫ്രണ്ടിൽ കൊടുക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഡേറ്റ് നോക്കി നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശരിക്കും ഈ ഡേറ്റ് ആദ്യം കൊടുക്കുന്നത്. അത് നിങ്ങളെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് ഇങ്ങനെ കൊടുക്കാമെന്നുള്ളത്. ഞാൻ ശരിക്കും ഇത് കോപ്പി ചെയ്ത് തന്നെ ഇതെല്ലാത്തിലും ഓക്കെ, ഈ സെയിം പേര് തന്നെ ഞാൻ എല്ലാത്തിലും കൊടുക്കും. ശരിക്കും പറഞ്ഞാൽ അവയർനെസ് ക്യാമ്പയിൻ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇല്ല എങ്കിൽ ഇപ്പോൾ ലീഡ്സ് ക്യാമ്പയിൻ ചെയ്യുന്നത് ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ടാണ് ലീഡ്സ് ക്യാമ്പയിൻ ചെയ്യുന്നത് എല്ലാത്തിലും. ഇപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ ആഡ് സെറ്റ് ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് ഈ ഒരു 3 ഡോട്ട് കണ്ട, ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് ഞാൻ ക്വിക്ക് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ലീഡ്സ് ക്യാമ്പയിൻ. നമുക്ക് കേരളത്തിൽ എല്ലായിടത്തും നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. 10, 14, 15 ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്ക് കേരളത്തിലെ പലയിടങ്ങളിലും വരുന്നുണ്ട്. അപ്പോൾ ഒരു ക്യാമ്പയിൻ്റെ അകത്ത് തന്നെ ഈ മൾട്ടിപ്പിൾ ക്വിക്ക് ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് നമുക്ക് എങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാമെന്നുള്ളത് ലീഡ്സ് ക്യാമ്പയിൻ ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇപ്പോൾ ലീഡ്സ് ക്യാമ്പയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ലൊക്കേഷൻ ഒരു ക്യാമ്പയിൻ്റെ അകത്ത് ആഡ് ചെയ്യാതിരിക്കാൻ നോക്കുക. അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ പൈസ കംപ്ലീറ്റ്ലി വേസ്റ്റ് ആണ്, ഒന്നും കിട്ടാൻ പോകുന്നില്ല.
ഓക്കെ, ഇപ്പോൾ നമ്മൾ പേര് കൊടുത്തു കഴിഞ്ഞു. ഇപ്പോൾ ക്യാമ്പയിൻ ലെവൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓട്ടിച്ച് നോക്കാം. ക്യാമ്പയിൻ ലെവലിൽ നമുക്ക് വേറെ ഒന്നും ക്യാമ്പയിൻ ലെവലിൽ ചെയ്യാനില്ല. ക്യാമ്പയിൻ ലെവലിൽ ജസ്റ്റ് ആദ്യത്തെ ഒരു സംഭവം എന്ന് പറയുന്നത് കാറ്റഗറി. ഓക്കെ, നമ്മൾ ഒബ്ജക്റ്റീവ് ഓൾറെഡി നമ്മളവിടെ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒബ്ജക്റ്റീവ് അവയർനെസ് അവിടെ നമുക്ക് ചൂസ് ചെയ്ത ഒബ്ജക്റ്റീവ് വേണമെങ്കിൽ ഇവിടെ നമുക്ക് ചേഞ്ച് ചെയ്ത് വേണമെങ്കിൽ മാറ്റി കൊടുക്കാം. അങ്ങനെ ഇല്ല എങ്കിൽ കുഴപ്പമില്ല. നമ്മൾ അവയർനെസ് ക്യാമ്പയിൻ തന്നെയാണ് നമ്മൾ ചൂസ് ചെയ്തെങ്കിൽ അത് ചൂസ് ചെയ്ത് നമുക്ക് പോവാം. ഓക്കെ, ഇനി ഇത് ഡിസ്കസ് ചെയ്യേണ്ടത് സ്പെഷ്യൽ ആഡ് കാറ്റഗറിയാണ്. ഈ സ്പെഷ്യൽ ആഡ് കാറ്റഗറി ഏതൊക്കെ ഇതിലാണ് വരുന്നത് നമുക്ക് നോക്കാം. നിങ്ങൾ ചെയ്യുന്ന ആഡ് ഈ 4 കാറ്റഗറിയിൽ ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ വരുന്നതാണെങ്കിൽ നിങ്ങൾ ഇത് ക്ലിക്ക് ചെയ്തിട്ട് ആഡ് റൺ ചെയ്യിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ആഡ് അക്കൗണ്ട് സ്റ്റോപ്പായി പോവുകയും ചെയ്യും. നിങ്ങൾ ആഡ് അക്കൗണ്ടിൽ ഇട്ട പൈസ തിരിച്ച് കിട്ടാനും പോകില്ല. ഓക്കെ, തിരിച്ച് കിട്ടൂലെന്നല്ല, തിരിച്ച് കിട്ടും, പക്ഷേ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് ക്രെഡിറ്റ് കാർഡ് സംബന്ധമായത് എന്തെങ്കിലും ഒരു ആഡാണ് എങ്കിൽ, ഇപ്പോൾ SBI ആയാലും ICC ആയാലും ക്രെഡിറ്റ് കാർഡ് സംബന്ധമായ എന്തെങ്കിലും ആണെങ്കിൽ, ലോൺ സംബന്ധമായ എന്തെങ്കിലും ആണെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യുന്നത് ക്രെഡിറ്റ് കാർഡ് ആഡ് കാറ്റഗറിയാണ്. ഇപ്പോൾ എംപ്ലോയ്മെൻറ്റ് ഹയർ ചെയ്യുന്ന ഒരു ക്യാമ്പിനാണ് നിങ്ങൾ റൺ ചെയ്യിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇത് ചൂസ് ചെയ്തിട്ട് വേണം ആ റൺ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ആഡ് അക്കൗണ്ട് ബ്ലോക്കായി പോകും. ഹൗസിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്യുന്നത്, ഇൻഷുറൻസ് ആയാലും പ്രോപ്പർട്ടി ലിസ്റ്റിംഗ് ആയാലും ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് ആയാലും അങ്ങനെ ചെന്ന് ചെയ്യിക്കുന്ന ഒരാളാണെങ്കിൽ ഇത് ചെയ്തിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ. പക്ഷേ ഇത് ചെയ്യുമ്പോൾ സ്പെസിഫിക് ചെയ്യുമ്പോൾ നിങ്ങൾ ആഡ് അക്കൗണ്ട് വെരിഫൈ ആക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ എംപ്ലോയ്മെൻറ്റ് ഹയറിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ആഡ് അക്കൗണ്ട് വെരിഫൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. ഇതേപോലെ വെരിഫിക്കേഷൻ നിങ്ങൾ എന്തെങ്കിലും ID കാർഡ് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. നിങ്ങളെ ഫേസ്ബുക്കിൻ്റെ പേരും നിങ്ങൾ ID കാർഡിൻ്റെ പേരും സെപ്പറേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ആഡ് റൺ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയ, സോഷ്യൽ ഇഷ്യൂസ്, എലക്ഷൻസ്, പൊളിറ്റിക്സ്, ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ആഡ് നിങ്ങൾ റൺ ചെയ്യിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിത് ചൂസ് ചെയ്തിട്ട് വേണം ആഡ് റൺ ചെയ്യിക്കുക. അല്ലാതെ നിങ്ങളെ റിവ്യൂവിൽ ചെയ്തിട്ട് നിങ്ങൾ ആഡ് അക്കൗണ്ട് കംപ്ലീറ്റ് ബാൻ ആയിപ്പോകും. ഇപ്പോൾ എൻ്റെ ഇതിൽ ഈ 3 അല്ല, ഈ 4 അല്ല എൻ്റെ കാറ്റഗറി വരുന്നത്. സോ ഐ ജസ്റ്റ് സ്കിപ്പ് ഇറ്റ് ആൻഡ് ഗോ. പിന്നെ A/B ടെസ്റ്റ് അതെന്താണെന്ന് ഞാൻ വരുന്ന വീഡിയോയിൽ കൂടുതലായിട്ട് പറയുന്നുണ്ട്. പിന്നെ അഡ്വാൻറ്റേജ് ക്യാമ്പയിൻ, ബജറ്റ് ക്യാമ്പയിൻ, ഇതെന്തെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതിൽ ഈ ക്യാമ്പയിൻ ശരിക്കും ചെയ്യുന്ന എന്തെന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഒരു സെയിം ക്യാമ്പയിൻ, ഇപ്പോൾ ഇമേജ് ആഡ് കൊണ്ട് വീഡിയോ ആഡ് കൊണ്ടെന്ന് വിചാരിച്ചോ. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന കാറ്റഗറിയിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യേണ്ടത്. ഏറ്റവും ബെസ്റ്റ് ഒരു മെത്തേഡാണ് ഈ ഒരു ഇത്. അത് അടുത്ത അങ്ങോട്ടുള്ള വീഡിയോസ് ഇതെങ്ങനെ ചെയ്യാമെന്ന് ഞാൻ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഫസ്റ്റ് നിങ്ങൾ വേറെ ഒന്നും ചെയ്യാനില്ല. ചുമ്മാ ഒരു അവയർനെസ് ക്യാമ്പയിൻ ചെയ്യാനാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഫസ്റ്റ് ക്യാമ്പയിൻ ലെവൽ വരിക, പേരൊന്ന് മാറ്റുക. ഇനി താഴോട്ട് ഒന്നും ചെയ്യാൻ വേണ്ടി നിൽക്കേണ്ട. അടുത്ത് ആഡ് സെറ്റ് ലെവലിലേക്ക് പോവുകയാണ്. ആഡ് സെറ്റ് ലെവലിൽ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഉള്ളതെന്ന് പറയുന്നത്, ഡിസ്കസ് ചെയ്യാനുള്ളത് ഇതാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങളെ ഗോൾ എന്താണ്? മാക്സിമം റീച്ച് ഓഫ് ആഡ്സ്. നിങ്ങൾ ആ ആഡ് മാക്സിമം ആളിലേക്ക് റീച്ച് എത്തിക്കാനുള്ള ഒരു ഒബ്ജക്റ്റീവാണ് നിങ്ങൾക്ക് നോക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഇത് ചൂസ് ചെയ്യാം. ഇംപ്രഷനാണ്, അതായത് നിങ്ങൾ കാണിച്ചവരെ തന്നെ കാണിച്ച് വെറുപ്പിക്കാനാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ, ഇപ്പോൾ ഒരാളെ തന്നെ, ഇപ്പോൾ എന്നെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് വിചാരിച്ചു, എന്നെ പോലത്തെ ഒരാളെയാണ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത് വിചാരിച്ചോ. അപ്പോൾ എന്നെ തന്നെ 100 വട്ടം ഒരാട് കാണിച്ച് ഈ ഒരു സെയിം ആട് കാണിച്ച് വെറുപ്പിക്കുന്ന പരിപാടിയാണ് ഇംപ്രഷൻ എന്ന് പറയുന്നത്. പക്ഷേ മാക്സിമം റീച്ച് എന്ന് പറയുന്നത് കൂടുതൽ ആളിലേക്ക് റീച്ച് എത്തിക്കുക. ഓക്കെ, അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. മാക്സിമം ആഡ് റീകോൾ ലിഫ്റ്റ്, അതായത് നിങ്ങൾ ആഡ് അക്കൗണ്ട് നിങ്ങൾ ആഡ് ഓർത്തിരിക്കാൻ പറ്റിയവരിലേക്ക് ആഡ് എത്തിക്കുന്ന പരിപാടിയാണിത്. അതെങ്ങനെ ഓർത്തിരിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫേസ്ബുക്കിന് അറിയാം നിങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആളാണെന്ന്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ വീഡിയോ ആഡ് ചെയ്യുന്ന ഒരാൾ, ഇപ്പോൾ അവയർനെസ് ക്യാമ്പയിനായിട്ട് വീഡിയോ ആഡാണ് നിങ്ങൾ ചെയ്യുന്നത് വിചാരിച്ചോ. അതിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആദ്യം ചൂസ് ചെയ്യേണ്ടത് ട്രൂ പ്ലേ വ്യൂവേഴ്സ്, മാക്സിമം നമ്പർ ഓഫ് ട്രൂ പ്ലേ വ്യൂവേഴ്സ്. അത് സെയിം തന്നെയാണ് ഇത്. പിന്നെ 2 സെക്കൻഡെങ്കിലും വീഡിയോ കാണുന്ന ആളിലേക്ക് ആഡ് എത്തിക്കുക എന്ന പരിപാടിയാണ് ഈ സംഭവം. അപ്പം നമ്മളെ ഇമേജ് ആഡ് ആയതുകൊണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യുന്നത് ഇതാണ്. നമ്മളെ പരസ്യം കണ്ടിട്ട് ഓർത്തിരിക്കുന്നവരിലേക്കല്ലേ നമ്മൾ ആഡ് എത്തിക്കേണ്ടത്. സോ ഐ ജസ്റ്റ് ചൂസ് ദിസ് വൺ, മാക്സിമം ആഡ് റീകോൾ ലിഫ്റ്റ്. ഓക്കെ, അത് കഴിഞ്ഞു. നമ്മൾ ഏറ്റവും താഴെ വന്നു. അടുത്ത കൂടെ ഫേസ്ബുക്ക് പേജ് നമ്മൾ എടുക്കണം. ഫേസ്ബുക്ക് നമുക്കിപ്പോൾ ആഡ് റൺ ചെയ്യിക്കുന്ന 3 കാര്യങ്ങൾ വേണം. ഒന്ന്, നമുക്ക് ഒരു പേഴ്സണൽ പ്രൊഫൈൽ വേണം.
രണ്ട് നമുക്ക് ഫേസ്ബുക്കിലൊരു പേജ് വേണം. ഫേസ്ബുക്ക് പ്രൊഫൈലല്ല, ഫേസ്ബുക്ക് ഒരു പേജ് നമുക്ക് വേണം. ഓക്കെ, ആ പേജാണ് കൂട്ടാ ചൂസ് ചെയ്യുന്നത്. ആ പേജ് ഇവിടെ പോവുക. ഇപ്പോൾ ജസ്റ്റ് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഫ്രീലാൻസ് ഡിജിറ്റൽ മാർക്കറ്റിൻ്റെ ജസ്റ്റ് ഒരു പേജിൽ അങ്ങ് ഫോളോ ചെയ്തു. പക്ഷേ ഈ എല്ലാ ഷോപ്പിനും അല്ല എന്തെങ്കിലും ഒരു ബിസിനസ് ഉണ്ടെങ്കിൽ ഒരു ബിസിനസ് ഫേസ്ബുക്കിൽ ഒരു ബിസിനസ് പേജ് തുടങ്ങുന്നത് നല്ലതാണ്. ഓക്കെ, ഇപ്പോൾ വേറെ പേജ് ഇല്ലാത്തതുകൊണ്ടാണ് ഡൈനാമിക് ക്രിയേഷൻ എന്ന് വരുന്ന നാട്ടിൽ പറയുന്നുണ്ട്. ബഡ്ജറ്റ് ഷെഡ്യൂൾ എന്തെന്ന് നോക്കാം. ബഡ്ജറ്റ് ഷെഡ്യൂൾ ഏറ്റവും മിനിമം എമൗണ്ട് എന്ന് പറയുന്നത് 83.31 ഏറ്റവും മിനിമം ഉണ്ട് പെർ ഡേ. ഡെയിലി ബഡ്ജറ്റിൽ ഏറ്റവും കുറഞ്ഞ എമൗണ്ട് എന്ന് പറയുന്നത് 83 രൂപയാണ്. 0.31 ഏറ്റവും കുറഞ്ഞത്. ഇപ്പോൾ ഏറ്റവും കൂടിയത് ഏതെന്ന് നോക്കാം നമുക്ക്. യുവർ ഡെയിലി സ്പെൻഡ് ലിമിറ്റ് 4176 രൂപ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ആഡ് അക്കൗണ്ടിൻ്റെ ഇതുപോലെ ഇരിക്കും, ക്വാളിറ്റി പോലെ ഇരിക്കും. ഇപ്പം നിങ്ങൾക്ക് ശരിക്കും ആഡ് ചെയ്യുന്ന ഒരാളെ ഇപ്പോൾ ഡെയിലി ഒരു വീക്കിലി ഒരു 10,000 രൂപയ്ക്കൊക്കെ ആഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാക്സിമം ഇതെന്ന് പറയുന്നത് ശരിക്കും 20,000 കഴിഞ്ഞ് ചിലപ്പം പോവാം. ഓക്കെ, ഇപ്പോൾ എനിക്ക് ലിമിറ്റ് എന്ന് പറയുന്നത് 4176. പക്ഷേ എല്ലാവർക്കും ഇതിങ്ങനെ ആയിരിക്കണമെന്നില്ല. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു പെർ ഡേ ഒരു 100 വെച്ച് ചെയ്യുന്നു. ശരിക്കും പറഞ്ഞാൽ 100 വെച്ച് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എൻ്റെ ഒരു ഐഡിയ ഉപയോഗിച്ച് ഇപ്പോൾ 100 എല്ലാവരും യൂസ് ചെയ്യുന്നതുകൊണ്ട് പർട്ടിക്കുലർ ഒരു സെറ്റ് ഓഫ് ഓഡിയൻസിനെ ഫേസ്ബുക്ക് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അവരിലേക്ക് മാത്രമേ ആഡ് പോകത്തുള്ളൂ. ഓക്കെ, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് മാറ്റി പിടിക്കുകയാണ് ഒരു വെറൈറ്റിക്ക് വേണ്ടി. 125 അല്ലെങ്കിൽ 115, 120, ഞാൻ 125 കൊടുക്കും. 125. അപ്പോൾ ജസ്റ്റ് ഒരു മാറ്റി കൊടുത്ത് റൺ ചെയ്യിക്കുന്നത് നല്ലത്. അല്ലെങ്കിൽ ഇപ്പോൾ ഫേസ്ബുക്കിൻ്റെ ചാറ്റ് ബോട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 100 പേരിലേക്ക് ഒരു പർട്ടിക്കുലർ ആളിലേക്ക് മാത്രം റൺ ചെയ്യിക്കുക അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അത് ശരിക്കും എത്രത്തോളം ജെന്യുവൻ ആണെന്നറിയില്ല, പക്ഷേ എന്നാലും കൊള്ളാം പരിപാടി. ഓക്കെ, ഇന്ന് ഞാൻ ഇന്നത്തെ ഡേറ്റ് ചൂസ് ചെയ്തു. ഇന്ന് 8:56 9:06 ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ എങ്ങനെ പോയാലും ഫസ്റ്റ് ടൈം ഒരു ആഡ് അക്കൗണ്ട് റൺ ചെയ്യിക്കണമെങ്കിൽ മിനിമം ഒരു 2 അവറെങ്കിലും റിവ്യൂ സെക്ഷൻ പോയിട്ടേ റൺ ആവത്തുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, 22 വെച്ച് 10 മണിക്ക് എൻ്റെ റണ്ണായി തുടങ്ങിയാൽ മതി എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്തെങ്കിൽ ഇവിടെയാണ്. എൻ്റെ ഡേറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടെ കൊടുക്കാം. എൻ്റെ ഡേറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടെ ഒന്ന് ചൂസ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഒരു 2 ദിവസം ഒരു ദിവസം 2 ദിവസത്തേക്ക് ഒന്ന് റൺ ചെയ്യിക്കാൻ നിൽക്കില്ല. മാക്സിമം ഒരു 3 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച 2 ആഴ്ചയ്ക്ക് വേണം റൺ ചെയ്യിക്കാൻ. ഒരു ദിവസം 2 ആഴ്ചയ്ക്ക് റൺ ചെയ്യിച്ച് ഓഡിയൻസ് സേവ് ചെയ്ത ആ ഓഡിയൻസ് ഒന്നും ആവത്തില്ല. ജസ്റ്റ് ഞാൻ ഒരു ദിവസത്തേക്ക് വേണ്ടി ചൂസ് ചെയ്തു, ഒരു ദിവസത്തേക്കല്ല ഒരാഴ്ചത്തേക്ക് വേണ്ടി ഞാൻ ചൂസ് ചെയ്തു. തിങ്കളാഴ്ച കിട്ടും. ഓക്കെ, തിങ്കളാഴ്ചത്തേക്ക് വേണ്ടി ചൂസ് ചെയ്തു. പെർ ഡേ 125 രൂപയാണ് എൻ്റെത്. ഓക്കെ, സെയിം ഞാൻ എത്ര വെച്ചു, 23 വെച്ചു, ക്ലോസ് ചെയ്തു. പിന്നെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒന്നുമില്ല പിന്നെ മാറ്റാനായിട്ട്. പിന്നെ ഇതൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. അടുത്ത് വരേണ്ടത് ഓഡിയൻസ് കൺട്രോളിൽ ഞാൻ ഇന്ത്യ മുഴുക്കല്ല റൺ ചെയ്യിക്കാൻ നോക്കുന്നത്. എൻ്റെ ഷോപ്പ് ഉള്ളത് ട്രിവാൻഡ്രത്താണ്. എങ്കിൽ ഞാൻ ട്രിവാൻഡ്രം മാത്രം ചൂസ് ചെയ്താൽ മതി. ഓക്കെ, തിരുവനന്തപുരം മാത്രം ചൂസ് ചെയ്താൽ മതി. തിരുവനന്തപുരം 40 കിലോമീറ്റർ. ഈ 40 കിലോമീറ്റർ റേഡിയസിലുള്ള ഒരു വർക്കലയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 മണിക്കൂറും 2.5 മണിക്കൂറൊക്കെ യാത്ര ചെയ്താലേ ട്രിവാൻഡ്രത്തെത്താൻ പറ്റും. ആദ്യം എൻ്റെ ഷൂ വാങ്ങിക്കാൻ വേണ്ടി 2 മണിക്കൂർ യാത്ര ചെയ്ത് വരേണ്ട ആവശ്യമുണ്ട് അവിടെ. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഒരു 17 കിലോമീറ്റർ ആകുമ്പോൾ ഓക്കെ ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 17 കിലോമീറ്റർ നെടുമങ്ങാട് ബാലരാമപുരം കുഴപ്പമില്ല, ഓക്കെ ആണ്. ഓക്കെ, അടുത്ത് വരേണ്ടത് അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ലൊക്കേഷൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഇതാണ്, അഡ്വാൻറ്റേജ് പ്ലസ് ഓഡിയൻസ്. അതിൽ നമ്മൾ അഡ്വാൻറ്റേജ് സ്വിച്ച് ടു ഈ ഒരു ഓപ്ഷൻ കൊടുക്കുന്നു, യൂസ് ഒറിജിനൽ ഓഡിയൻസ് കൊടുക്കുന്നു. ഓക്കെ, അത് കൊടുത്ത് ഏറ്റവും താഴെ വരുന്നു. നമ്മൾ ഇതിനു മുമ്പ് ഓഡിയൻസ് ഒന്നും സേവ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് ഇങ്ങനെ കിടക്കുന്നത്.
ഇതൊക്കെ ഓഡിയൻസ് കസ്റ്റമർ ഓഡിയൻസ് നമുക്ക് എങ്ങനെ സേവ് ചെയ്യാമെന്ന് കംപ്ലീറ്റ് വീഡിയോസ് ഞാൻ പറയുന്നുണ്ട്. ഇപ്പോൾ ഫേസ്ബുക്കിൽ വരുന്ന ഓഡിയൻസ് നമുക്ക് എങ്ങനെ സേവ് ചെയ്യാം, അവരെങ്ങനെ റീമാർക്കറ്റ് ചെയ്യാം എന്നൊക്കെ ഞാൻ കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. സോ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു. ഇപ്പോൾ എൻ്റെത് ഷൂ ആണ്. ഷൂ ഓക്കെ, ഇത് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് കാണിച്ചു തരേണ്ട ഒരു സംഭവമുണ്ട്. കാണിച്ചു തരാം. ഫസ്റ്റ് ChatGPT ഓപ്പൺ ചെയ്യുക. ഞാൻ പറഞ്ഞില്ലേ ChatGPT യൂസ് ചെയ്തിട്ടാണ് ഞാൻ ആഡ് റൺ ചെയ്യിക്കാൻ പോകുന്നതെന്ന്. ഓക്കെ, കണ്ടാം ക്രിയേറ്റ് ഹൈ ഇൻട്രസ്റ്റ് ഓഡിയൻസ് ടാർഗറ്റ് യൂസിങ് ChatGPT. എങ്ങനെയെന്ന് നോക്കാം. ഫസ്റ്റ് ഈ പ്രോംപ്റ്റ് ഞാൻ ചൂസ് ചെയ്യുന്നു. കോപ്പി ചെയ്യുന്നു, ChatGPT ഓപ്പൺ ചെയ്യുന്നു, ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, help me to understand the ideal job title and description. Demography of people who are most likely to buy sports shoes worth 5,000. ഓക്കെ എന്ന് പറയുകയാണ്. ജസ്റ്റ് ക്ലിക്ക് കൊടുക്കുകയാണ്. ഫേസ്ബുക്ക് തന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആരൊക്കെയാണ് കാണിക്കേണ്ടത്, ഏത് ജോബ് ടൈറ്റിലുള്ളവരാണോ കാണിക്കേണ്ടതെന്ന് അവർ തന്നെ നമുക്ക് സജസ്റ്റ് ചെയ്ത് തരുന്നുണ്ട്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇത് നോക്കി നമ്മൾ ടാർഗറ്റ് ഓഡിയൻസിൽ ചെന്ന് നമ്മളങ്ങ് ചെയ്താൽ മാത്രം മതി. 82 അവർ ഏജ് പറയാണ് 80 to 45 ഇയേഴ്സിലുള്ളവരെ മാത്രം നമ്മൾ ടാർഗറ്റ് ചെയ്താൽ മതിയെന്ന് അവർ തന്നെ സജസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളിവിടെ പോവുക, ഏജിൻ്റെ അവിടെ നമ്മൾ എന്ത് ചെയ്യുക, 80 to 45. നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ ഇത് ChatGPT നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുകയാണ്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ സ്പോർട്സ് ഷൂ മെൻസും ഇപ്പം ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള വിമൻസ് ഇപ്പോൾ നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. സോ മെൻസിനെ പോലെ തന്നെ ഇപ്പോൾ വിമൻസും വർക്കൗട്ടും ജിമ്മിലൊക്കെ പോകുന്നുണ്ട്. സോ നമുക്കിപ്പോൾ 2 കാറ്റഗറിയിലുള്ള ആൾക്കാരെയും ചൂസ് ചെയ്യണം. സോ യെസ് കൊടുത്തു. ഇപ്പോൾ ഒരു കാറ്റഗറി മതി, മെൻസ് മതിയെങ്കിൽ മെൻസിന് മാത്രം ചൂസ് ചെയ്യാം, വിമൻസ് മതിയെങ്കിൽ വിമൻസിന് മാത്രം നമുക്ക് ചൂസ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് 2 കാറ്റഗറി വേണമുണ്ട്, 2 കാറ്റഗറിയും കൊടുത്തു. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഡീറ്റെയിൽ ടാർഗറ്റിംഗ്. ഈ ഡീറ്റെയിൽ ടാർഗറ്റിംഗ് ആണ് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ് ഈ സംഭവം. അതിന് വേണ്ടിയിട്ടാണ് ChatGPT നമ്മൾ യൂസ് ചെയ്യുന്നത്. ChatGPT പറയാണ് ജോബ് ടൈറ്റിൽ ആൻഡ് ഒക്കുപേഷൻ ആരെയൊക്കെ നമുക്ക് ചെയ്യാം. ഫിറ്റ്നസ് ട്രെയിനേഴ്സിന് നമുക്ക് വേണമെങ്കിൽ ടാർഗറ്റ് ചെയ്യാം, അത്ലീറ്റ്സിനെ നമുക്ക് ടാർഗറ്റ് ചെയ്യാം. ഓക്കെ, കോർപ്പറേറ്റ് പ്രൊഫഷണൽസിന് നമുക്ക് ടാർഗറ്റ് ചെയ്യാം. ആരെ ടാർഗറ്റ് ചെയ്യണം സ്പെസിഫിക്കലി അവർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഹെൽത്തിൽ ഇൻട്രസ്റ്റിലുള്ളവരെ, ഫിറ്റ്നസ്സിൽ ഇൻട്രസ്റ്റിലുള്ളവരെ മാത്രം ടാർഗറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ കോർപ്പറേറ്റിൽ വർക്ക് ചെയ്യുന്ന, പ്രൊഫഷണൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള പീപ്പിൾസ് ആവണമെന്നില്ല. നമുക്ക് അവരെ മാത്രം നമ്മൾ ടാർഗറ്റ് ചെയ്താൽ മതി. നമുക്ക് അതെങ്ങനെ ടാർഗറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. അവർക്ക് ഡെമോഗ്രാഫിക് ആൻഡ് ബിഹേവിയറിൽ ഇതിലും പറയുന്നുണ്ട്. ഇപ്പോൾ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് ടാർഗറ്റ് ചെയ്താൽ മതി, ബ്രാൻഡ് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് അങ്ങനെ അവരെ നമുക്ക് കാണിച്ചാൽ മതി. ഇപ്പോൾ ഓക്കെ, ഫാഷൻ ആൻഡ് ട്രെൻഡ് ഫോളോവേഴ്സ് അവരെ നമുക്ക് ടാർഗറ്റ് അവരെയും നമുക്ക് കാണിക്കാം. കാരണം ഇത്രയും പൈസ ആയതുകൊണ്ട് അവർ നമുക്ക് വാങ്ങിക്കണമെന്നുണ്ട് നമ്മളെ ഷൂ. ഓക്കെ, അടുത്ത് നമ്മൾ നോക്കുന്നത് അടുത്ത പ്രോംപ്റ്റ് നമുക്ക് നോക്കാം. അടുത്ത പ്രോംപ്റ്റ് എന്ന് പറയുന്നത് ഗീവ് മീ ദ ഇമ്പോർട്ടൻറ്റ് കീവേഡ് ദാറ്റ് സെർച്ച് ഫോർ മൈ ഫേസ്ബുക്ക് ആൻഡ് ഇൻസ്റ്റാഗ്രാം ടാർഗറ്റിംഗ് ഫ്രം ദി എബോ ഓഡിയൻസ്. എന്താ നോക്കാം. ഈ ഓഡിയൻസ് വെച്ചുകൊണ്ട് ഒരു കീവേഡ് അവരിപ്പം പറഞ്ഞിരുന്നു. നോക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. ആക്റ്റീവ് ലൈഫ് സ്റ്റൈൽ. യെസ്, അതാണ് കീവേഡ്. കൊള്ളാം, അടിപൊളി. ഓക്കെ, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഡിസ്ക്രിപ്ഷനായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണിത്. ഈ ഒരു പ്രോംപ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്കിത് നിങ്ങളെ ബിസിനസ് അനുസരിച്ച് നിങ്ങൾക്ക് ഇത് എഡിറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ട് ഇതിന് എഡിറ്റ് ചെയ്തിട്ടിരിക്കണമെന്നേ ഉള്ളൂ. നിങ്ങളിതിന് എഡിറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അടുത്ത പ്രോംപ്റ്റ് എന്ന് പറയുന്നത് അടുത്ത ഹൈ ക്വാളിറ്റി ആഡ്. ഓക്കെ, ഇത് ലാസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ചെയ്ത സമയത്ത്, പ്രൈമറി ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞിരുന്നത്. നമുക്കിപ്പോൾ ഇത്രയും മതി. നമുക്കിപ്പം ഡീറ്റെയിൽ ടാർഗറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുവരെ ചെയ്തത് നമുക്ക് മതി. അപ്പോൾ ഡീറ്റെയിൽ ടാർഗറ്റിങ്ങിൽ ആദ്യം ബ്രൗസിനോടെ പോവുകയാണ്. ബ്രൗസിനോടെ പോകുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡെമോഗ്രാഫി, ഇൻട്രസ്റ്റ് ആൻഡ് ബിഹേവിയർ
ആദ്യം നമ്മൾ ഡെമോഗ്രാഫിക്സ് എടുക്കുകയാണ്. ഡെമോഗ്രാഫിക്സ് എടുക്കുമ്പോൾ എഡ്യൂക്കേഷൻ വരെയാണ്. എഡ്യൂക്കേഷൻ ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ ഉണ്ട്. ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചൂസ് ചെയ്യാം. ഹൈസ്കൂളിലുള്ളവർ ഹൈസ്കൂളിൽ 18 വയസ്സിന് താഴെ ആയിരിക്കുമല്ലോ. അപ്പോൾ അവരിലേക്ക് നമ്മൾ ആട് എന്തായാലും പോകില്ല. 18 വയസ്സിന് എപ്പോൾ ഉള്ളവർക്ക് മാത്രമേ ആട് പോകത്തുള്ളൂ. യൂണിവേഴ്സിറ്റി പഠിക്കുന്നവർക്ക് ആട് റൺ ചെയ്യിക്കണോ? ആട് റൺ ചെയ്യിക്കാം. ചിലപ്പോൾ അവരിൽ ചിലപ്പോൾ വന്നാലോ പ്രൊഫഷണൽസ് പോവാം. ഇപ്പോൾ ഡോക്ടർ പഠിക്കുന്നവർ ചിലപ്പം കാണണമെന്നുണ്ടാകും. ചിലപ്പം അത്ലീറ്റിനോട് താല്പര്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ വന്നാലോ, വെറുതെ എന്തിനാണ്. ഇപ്പം നമ്മളിപ്പോൾ ഒരെണ്ണം ഡോക്ടറേറ്റ് ഡിഗ്രി എടുത്തല്ല. ഇപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മൾ തിങ്ക് ചെയ്ത് നോക്കുക. ഒരു 70 to 80% അവരിത് വാങ്ങിക്കുമെന്നൊരു മൈൻഡ് സെറ്റ് ഉള്ള പീപ്പിൾസ് ആണ് അവർ എങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ചൂസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. പേരൻസിൻ്റെ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്തെന്ന് വിചാരിച്ചോ. പേരൻസിൻ്റെ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്തിട്ട് ഇപ്പോൾ ഓക്കെ പേരൻസ് വേണ്ട, വർക്ക് റിലേഷൻ, ഇപ്പോൾ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ ആളുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഷൂസ് വാങ്ങിക്കാൻ വരണമെന്നുണ്ടാകും. അത് കംപ്ലീറ്റ്ലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റോങ് ആണ്. ആ ഒരു സെലക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് റോങ് ആണ്. അപ്പോൾ നമുക്ക് അവരെ ചൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ മാരേജ് കഴിഞ്ഞൊരു ഇപ്പോൾ ഇതേപോലെ സ്പോർട്സ് ട്യൂബ് വാങ്ങിക്കാൻ വരുമോ? ശരിക്കും പറഞ്ഞാൽ വരില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ ചൂസ് ചെയ്തിട്ട് എടുക്കുക. ഇപ്പോൾ എഡ്യൂക്കേഷൻ ലെവൽ എടുത്തപ്പം ശരിക്കും പറഞ്ഞാൽ എഡ്യൂക്കേഷൻ ലെവൽ എടുക്കുമ്പോൾ നമ്മൾ എല്ലാവരും അങ്ങ് ചൂസ് ചെയ്യാൻ നിൽക്കല്. ജസ്റ്റ് 2-3 പേര്. നമുക്ക് കാണാൻ നമ്മുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് വെറും 100 രൂപയാണ്. ഈ 100 രൂപ എടുത്തിട്ടിട്ട് കണ്ടമാനം ആടം നമ്മൾ റൺ ചെയ്യിക്കാൻ നിൽക്കല്. അല്ല, കണ്ടമാനം ഈ ഡീറ്റെയിൽ ടാർഗറ്റിങ് കൊടുക്കല്. കാരണം ചാറ്റ് ബോട്ട് എല്ലാത്തിലും വന്നിട്ട് ഇങ്ങനെ ടക്ക് അടിച്ചുകൊണ്ടിരിക്കും. അവസാനം ഒന്നിലും കയറി ക്ലിക്കാവത്തുമില്ല. നമ്മൾ പൈസ ചുമ്മാ വയ്ക്കൊണ്ടേയിരിക്കും ഇങ്ങനെ. സോ സ്പെസിഫിക് ആയിട്ട് നമ്മൾ എപ്പോഴും ആഡ് റൺ ചെയ്യിക്കാൻ നോക്കുക. ഓക്കെ, പ്രൊഫഷണൽ ഡിഗ്രി പഠിക്കുന്നവർ വരണമെന്നുണ്ടോ? ചിലപ്പം വരാം. ഓക്കെ, യൂണിവേഴ്സിറ്റി ഗ്രാജുവേഷൻസ് ഉള്ളവർ പോകണമെന്നുണ്ട് ഒക്കെ എനിക്ക് തോന്നുന്നു. ഓക്കെ, യൂണിവേഴ്സിറ്റി ഗ്രാജുവേഷൻസ് ഒക്കെ ഫൈനാൻഷ്യൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻകം ലെവല് നമ്മളെ ഷൂസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 5000 രൂപ ആയതുകൊണ്ട് അത് ഇൻകം ലെവലാണെങ്കിൽ നമുക്ക് അവിടെ ചൂസ് ചെയ്യാം. ഇപ്പം ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, ഓൾ പേരൻസ് വേണമെങ്കിൽ നമുക്കിവിടെ കൊടുക്കാം. വർക്കും ചെയ്യുന്നവർ നമുക്ക് നോക്കാം. ഓക്കെ, ഇങ്ങനെ നമുക്ക് ചൂസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇത് ഇത്ര ചൂസ് ചെയ്ത് കൊടുത്തിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, നമ്മൾ ടാർഗറ്റ് ഓഡിയൻസിനുള്ള ലൈഫ് സ്റ്റൈലിൻ്റെ ഒരു സെക്ഷൻ നമ്മൾ കണ്ടല്ലോ. ഈ ലൈഫ് സ്റ്റൈലിൻ്റെ സെക്ഷൻ ഇങ്ങനെ കോപ്പി ചെയ്യുക. ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, വേണ്ട. ഓക്കെ, ഓൾറെഡി നമ്മൾ ചൂസ് ചെയ്തിട്ട് അവർ തന്നെ ചൂസ് ചെയ്ത് നമുക്ക് തന്നിട്ടുണ്ട്. അത്ലീറ്റ്സ്, ഫിറ്റ്നസ് ട്രെയിനേഴ്സ്. ഓക്കെ, നമ്മളത് കോപ്പി ചെയ്യുക, ഇവിടെ കൊണ്ടുപോയി നമ്മൾ പേസ്റ്റ് ചെയ്യുക. ഫിറ്റ്നസ് ട്രെയിനേഴ്സ് ജോബ് ടൈറ്റിലുള്ളവർ നമുക്ക് ടാർഗറ്റ് ചെയ്യാം. അടുത്തെടുക്കുക. അത്ലീറ്റ്സിനെ നമുക്ക് ടാർഗറ്റ് ചെയ്യണോ? ഇവിടെ വരിക, ഇങ്ങനെ കോപ്പി ചെയ്യുക, ഇവിടെ പേസ്റ്റ് ചെയ്യുക. എന്ത് സുഖപരിപാടി. ഇൻട്രസ്റ്റ് ഉള്ള കൊടുക്കുക. അടുത്ത് പോവുക. അടുത്ത ആളുണ്ട ഫിസിക്കൽ തെറാപ്പിസ്റ്റ്. ഇവരെ ഫോക്കസ് ചെയ്യണോ? ഇവിടെ ഫോക്കസ് ചെയ്യാം. ഇവർ നിങ്ങളുടെ ഷൂസ് വാങ്ങിക്കണമെന്നുണ്ടോ? ചിലപ്പോൾ വാങ്ങിക്കാം. ചാറ്റ് GPT പറഞ്ഞതല്ലേ. ചിലപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണെങ്കിലോ ഇങ്ങനെ കൊടുക്കുക, ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുക. ജോബ് ടൈറ്റിലുള്ളവർ കൊടുക്കുക. ഓക്കെ, അടുത്തും പോവുക. അടുത്ത് ഔട്ട്ഡോർ എന്തൂസിയാസിസ്റ്റ്. അവരെ ഫോക്കസ് ചെയ്യണോ? ഫോക്കസ് ചെയ്യാം. എടുക്കുക, പോവുക. എന്ത് സുഖമുള്ള പരിപാടിയല്ലേ. ഇങ്ങനെ പേസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ കൊടുക്കുക. ജസ്റ്റ് അടുത്ത് പോവുക. കോർപ്പറേറ്റ് പ്രൊഫഷണൽസിലേക്ക് ആഡ് റൺ ചെയ്യിക്കണോ? കൊടുക്കാം. ഇങ്ങനെ കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ സുഖപരിപാടി. കണ്ട, എല്ലാം തീർന്നു. കണ്ട, ഇത്രയേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ ഒരു പ്രൊഫഷൻ ഇല്ല, അങ്ങനെ ഒരു ഇതില്ല. ഇപ്പം കഴിയുക, ജസ്റ്റ് സജഷൻ കൊടുക്കുക. ഇതാണ്ട, നമുക്ക് ഇഷ്ടം പോലെ സജഷൻസ് ഗൂഗിൾ തന്നെ നമുക്ക് തരുന്നുണ്ട്. പക്ഷേ ഫേസ്ബുക്ക് തന്നെ നമുക്ക് തരുന്നുണ്ട്. ഇതിൽ നമുക്ക് ചൂസ് ചെയ്ത് കൊടുക്കാം.
കണ്ട ഫിറ്റ്നസ് ആൻഡ് ന്യൂട്രീഷൻ അവരൊക്കെ 6 റൺ ചെയ്യിക്കണോ? 6 റൺ ചെയ്യിക്കാം. അടുത്ത് ഓക്കെ, സമയം ഞാൻ ഇത് വലിച്ചു നീട്ടുന്നില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. പിന്നെ ലൊക്കേഷൻ ശരിക്കും പറഞ്ഞാൽ നമ്മൾ മലയാളീസിലാണ് ഫോക്കസ് ചെയ്യുന്നത്. സോ മലയാളം. ചിലപ്പോൾ നമ്മളവിടെയൊക്കെ നോർത്ത് ഇന്ത്യൻസൊക്കെ ട്രിവാൻഡ്രത്തായതുകൊണ്ട് ചിലപ്പോൾ നോർത്ത് ഇന്ത്യൻസൊക്കെ കാണാം ഈ ടെക്നോ പാർക്കിലൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ മലയാളവും ഇംഗ്ലീഷും ചൂസ് ചെയ്യുകയാണ്. ഓക്കെ, മലയാളവും ഇംഗ്ലീഷും. ചിലപ്പോൾ ഹിന്ദിക്കാരന്മാരൊക്കെ ഉണ്ടെങ്കിലോ കണ്ടാലോ നമ്മൾ ആടക്കാം. ഓക്കെ, ഇങ്ങനെ വന്നു കഴിഞ്ഞ് ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടത് സേവ് ദിസ് ഓഡിയൻസ്. ഇത് നമ്മൾ സേവ് ചെയ്ത് വെക്കുക. ഓക്കെ, പിന്നെ എപ്പോഴെങ്കിലും ഒരു ആഡ് റൺ ചെയ്യിക്കുമ്പോൾ നമുക്ക് ഈ ഓഡിയൻസിലേക്കും കൂടി ടാർഗറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ടാർഗറ്റ് ചെയ്യാൻ എളുപ്പമാണ്. ഓക്കെ, സേവ് ദിസ് ഓഡിയൻസ് ഇതിങ്ങനെ പേര് മാറ്റി കൊടുക്കുക. എന്താണ് ഞാൻ ഇന്നാണ് സേവ് ചെയ്ത ഡേറ്റും കൂടെ വെക്കാൻ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടി ഞാൻ ഇത് ജസ്റ്റ് ഇങ്ങനെ കൊടുത്തതേ ഉള്ളൂ. നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടി എന്താണ് എളുപ്പം അത് ജസ്റ്റ് കൊടുക്കുക. ജസ്റ്റ് അടുത്ത് എഡിറ്റിൻ്റെ ഓപ്ഷനിൽ പോവുക. എഡിറ്റ് ഓപ്ഷനിൽ പോയിട്ട് എൻ്റെ മെയിൻ പ്രിഫറൻസ് പറയുന്നത് മാനുവൽ പ്ലേസ്മെൻറ്റ് ഓപ്പൺ ചെയ്ത് റൺ ചെയ്യിക്കാനേ ഞാൻ പറയത്തുള്ളൂ. കാരണം എന്ന് പറയുന്നത് മാനുവൽ പ്ലേസ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഈ 2 കാര്യങ്ങളിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും വേണ്ടി മാത്രമാണ്. ഈ 2ഉം ദയവ് ചെയ്ത് ചെയ്യാതിരിക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പൈസ കംപ്ലീറ്റ് പോകും. പിന്നെ കിടന്ന് ചാടിയിട്ടൊന്നും കാര്യമില്ല. ഓക്കെ, അവർ തന്നെ സജസ്റ്റ് ചെയ്ത് പറയുന്നുണ്ട് നിങ്ങൾ ആഡൊക്കെ ഇവിടെ റൺ ചെയ്യിക്കുമെന്ന്. ഫീഡിൽ, സ്റ്റോറീസിൽ, ഇൻസ്ട്രീമിൽ ഇവിടെയൊക്കെ നിങ്ങൾ ആഡ് റൺ ആവും എന്നാണ് അവർ പറയുന്നത്. അടുത്ത് നമ്മൾ പോകുന്നത് ആഡ്സ് ലെവലാണ്. ഇവിടെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്താ? ഫേസ്ബുക്കിൻ്റെ നമ്മൾ ഓൾറെഡി പേജ് സ്വിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് ഈ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഓൾമോസ്റ്റ് നമ്മൾ മെറ്റയിൽ കണക്ട് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഈ 2 ഓട്ടോമാറ്റിക്കലി കണക്ട് ചെയ്തത്. ഇതെങ്ങനെ മെറ്റയിൽ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും വാട്സപ്പും എങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാമെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നുണ്ട്. സോ ജസ്റ്റ് ഫോളോ മൈ ചാനൽ. ഓക്കെ, ഇത് ഓഫ് ചെയ്തിടാൻ നോക്കുക. ഇവർ റെക്കമെൻഡ് എന്ന് പറഞ്ഞാൽ ഓരോ നമുക്ക് ഇങ്ങനെ കൊണ്ടുപോകും നമ്മൾ പൈസ അടിച്ചെടുക്കാനാണ് നോക്കുന്നത്. സോ ജസ്റ്റ് ഓഫ് ദിസ്. അതാണ് ഏറ്റവും നല്ലത്. പൈസ വേണമെങ്കിൽ അത് ഓഫ് ചെയ്തെടുക്കുക. അവരല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ട് ആർഡർ ആണ് ചെയ്യിച്ചിട്ട് അവർ പൈസ എടുത്തുകൊണ്ട് പോകും. അത് പാടില്ല. ഓക്കെ, സോറി ഞാൻ വിട്ടുപോയി. ഓക്കെ, അടുത്ത് ആഡ് ക്രിയേറ്റിൻ്റെ ഇവിടെ വരിക. മീഡിയയുടെ കൊടുക്കുക. എൻ്റെത് ഞാൻ വീഡിയോ ആഡാണ് ചെയ്യുന്നത്. സോ വീഡിയോയുടെ ക്ലിക്ക് ചെയ്യുന്നു. വീഡിയോയുടെ ക്ലിക്ക് ചെയ്യുന്നു. അപ്ലോഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ എൻ്റെ ഇമേജ് ഇല്ലാത്തതുകൊണ്ട് അപ്ലോഡിൽ പോകുന്നു. ഞാനൊരു ഇമേജ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ആഡ് ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് കൊടുക്കുന്നു. സെലക്ട് ചെയ്ത് നെക്സ്റ്റ് കൊടുക്കുന്നു. ഡൺ കൊടുക്കുന്നു. ഇതാണ് എൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, എൻ്റെ ആഡ് ശരിക്കും പറഞ്ഞാൽ 17 അടുത്ത് പ്ലേസ് ആവുമെന്നാണ് പറഞ്ഞിരിക്കുന്നുണ്ടാവും. 17 പ്ലേസ്മെൻറ്റ്സ്. ഈ 17 അടുത്ത് എൻ്റെ ആഡ് പ്ലേസ് ആവും. ആഡ് മ്യൂസിക്, നോ മ്യൂസിക് വേണ്ട. ഓക്കെ, പ്രൈമറി ടെസ്റ്റ് പെട്ടെന്ന് പറയാം. പ്രൈമറി ടെസ്റ്റ് എന്താണെന്ന് പറയാം. ഈ പ്രൈമറി ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ മെയിലിൽ വരുന്നതാണ് പ്രൈമറി ടെസ്റ്റ്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഒരു 50% ആൾക്കാർ ആഡ് കാണുന്നതിൽ ഒരു 50% ആൾക്കാർ ശരിക്കും ഇത് വായിച്ചു നോക്കാറുണ്ട്. സോ ജസ്റ്റ് കോപ്പി ദിസ്. അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു പ്രോംപ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇത് നിങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കുക, എഡിറ്റ് ചെയ്യുക. ഇത് വായിച്ചിട്ട് നിങ്ങളുടെ ബിസിനസ് എന്താണോ അത് ഇതിൻ്റെ അകത്ത് എഡിറ്റ് ചെയ്ത് കയറ്റാൻ നോക്കുക. ഓക്കെ, ഞാൻ ഈ പ്രോംപ്റ്റ് എന്തായാലും ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് അവിടെ നിന്നായാലും ഇത് എഡിറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ഇത് ജസ്റ്റ് ഇത് ഓൾറെഡി ഞാൻ നേരത്തെ ഞാൻ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഇതാ അടക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് ഞാൻ അവിടെ നിന്ന് കോപ്പി ചെയ്യുന്നു. ഫേസ്ബുക്കിൽ വരുന്നു. ഇതിലൂടെ കൊടുക്കുന്നു. ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. ശരിക്കും പറഞ്ഞാൽ പ്രൈമറി ടെസ്റ്റ് 5 എണ്ണം കൊടുക്കാം. എൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്
കൊള്ളാമെങ്കിൽ ഏറ്റവും നല്ലതാണെങ്കിൽ ഒരെണ്ണം മാത്രം കൊടുത്താൽ മതി. ഇതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വരുമ്പോൾ ഇതിൽ പ്രോബ്ലം ഈ സംഭവങ്ങളൊക്കെ മാക്സിമം ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വേണ്ട. ഇതെടുത്ത് കളയാൻ നോക്കുക. സൊല്യൂഷൻ ഓക്കെ, ഇതെടുത്ത് കളയാൻ നോക്കുക, ബാക്കി മാത്രം മതി. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ വരുന്നത്. ഇത് ജസ്റ്റ് വായിച്ച് നോക്കുക. ഓക്കെ, ഗൂഗിള് ഇവര് നമുക്ക് സജഷൻസ് തരും, പക്ഷെ നമ്മളത് ഉപയോഗിക്കാതിരിക്കുക എന്നല്ല, നമ്മൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്ത് ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത്. ഓക്കെ, ഇത് ഇത്രയും ചെയ്താൽ മതി. ഇതിൽ വന്നിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവയർനെസ് ക്യാമ്പയിൻ ആയതുകൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മീഡിയ ചൂസ് ചെയ്യുക, പ്രൈമറി ടെസ്റ്റ് കൊടുക്കുക, തീർന്നു. ഇത്രയേ ഉള്ളൂ, തീർന്നു. എന്നിട്ട് പബ്ലിഷ് കൊടുക്കുക. ഇനി നമ്മൾ ആഡ് ശരിക്കും പോയി റിവ്യൂവിന് പോയി ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു ആഡാണെങ്കിൽ മിനിമം ഒരു മാക്സിമം പേയ്മെൻറ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ എൻ്റെ ഒരു പേയ്മെൻറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് പേയ്മെൻറ്റ് ഒരു ഓപ്ഷൻ വന്നിട്ടുള്ളത്. പേയ്മെൻറ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ ക്രെഡിറ്റ് കാർഡ് വെച്ച് ചെയ്യാം, UPI ഉണ്ടെങ്കിൽ UPI വെച്ച് ചെയ്യാം, നെറ്റ് ബാങ്കിങ് ഉണ്ടെങ്കിൽ നെറ്റ് ബാങ്കിങ് ചെയ്യാം. സാധാരണ UPI എടുത്ത് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അത് ജസ്റ്റ് കാണിച്ച് ചെയ്യാം. നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, ഇത് ജസ്റ്റ് അങ്ങ് പബ്ലിഷ് കൊടുത്താൽ മതി. നിങ്ങൾ ആഡ് അങ്ങ് റൺ ആയിക്കോളും. ഇതിൽ ശരിക്കും പറഞ്ഞാൽ ബിസിനസ് നെയിം ഒന്നും ആഡ് ചെയ്യാത്തതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ. പബ്ലിഷ് കൊടുക്കുക. ജസ്റ്റ് ഒരു ബില്ലിംഗ് ആൻഡ് പേയ്മെൻറ്റ്സിൽ പോവുക. ഓക്കെ, ബില്ലിംഗ് ആൻഡ് പേയ്മെൻറ്റ്സിൽ പോവുക. ആഡ് ഫണ്ട് കൊടുക്കുക, എമൗണ്ട് ആഡ് ചെയ്യുക. നിങ്ങൾ 10 മണിയാണ് ടൈം വെച്ചിരിക്കുന്നത്. 10 മണി ആഡ് റൺ ആവണമെന്നില്ല. ശരിക്കും റിവ്യൂവിന് പോയിട്ട് ഒരു 2 to 3 hours എടുക്കും നമുക്ക് ഫസ്റ്റ് ആഡ് റൺ ചെയ്യിക്കുമ്പോൾ റൺ ആവാൻ വേണ്ടിയിട്ട്. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ എങ്ങനെ റീമാർക്കറ്റിംഗ് ചെയ്യാം, എന്താണ് കസ്റ്റമർ ഓഡിയൻസ്, എങ്ങനെ കസ്റ്റമർ ഓഡിയൻസിനെ സേവ് ചെയ്യാം എന്നൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നുണ്ട്. സോ സബ്സ്ക്രൈബ് മൈ ചാനൽ. ഓക്കെ.